എനിക്ക് പറഞ്ഞ പോലെ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ചെറുപ്പത്തിൽ നമ്മളെ കണ്ടു. പ്രായം പറയാൻ അതാണ് ഹൈലൈറ്റ്. ചെറുപ്പവും പ്രായവും കണ്ടു വളർന്ന ബാലതാരങ്ങളായിട്ട് വന്നവർക്ക് ആ ഐഡന്റിറ്റി ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരാളാണ് അനശ്വര എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കി ചിലർ ഈ പറഞ്ഞ പോലെ പെർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ ഒരു പ്രത്യേക ആംഗിളിൽ നമ്മൾ എടുത്തിട്ട് അത് തംബ്നെയിലായിട്ട് ഇൻസ്റ്റാഗ്രാമിലോ റീൽസിലൊക്കെ ഇടുമ്പോൾ അത് പ്രത്യേകിച്ച് തംബ്നെയിലായിട്ട് ഇരുന്ന് അതിന് റീച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ട്. അത് അഫ്കോഴ്സ് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആക്കാറുണ്ട്. ഞാൻ ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടി കമ്പനിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ അടുത്ത് പറയുന്നത് പൈസ ഒന്നും കിട്ടൂലെന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് അഭിനയിച്ചില്ലേ എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. അതിന്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അയ്യോ എനിക്ക് സ്പേസ് കുറവാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോയേക്കാം. പക്ഷെ എനിക്ക് ആ ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ്സിന്റെ ഹൈ ആക്ച്വലി എനിക്ക് സ്ക്രിപ്റ്റ് റീഡിംഗിൽ തന്നെ കിട്ടിയിരുന്നു. കാതോട് കാതോരം സിനിമയുടെ ഇത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ജെൻസി കിഡ്സിനെ സംബന്ധിച്ച് ഇത് നമ്മൾ തിയേറ്റർ വാച്ചോ അല്ലെങ്കിൽ കട്ടൻ ചായ പെട്ടെന്ന് വിത്തൗട്ടായി. ആസിഫ് അലിയും അനശ്വര രാജനുമാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 2025 ജനുവരി ആദ്യ വാരത്തിലാണ്. 2024 ആസിഫ് അലി അനശ്വര രാജൻ രണ്ടുപേരുടെയും കരിയർ എടുത്ത് നോക്കിയാൽ അറ്റ് പീക്ക് എന്ന സമയത്താണ് രണ്ടുപേരും ഒരുമിച്ച് രേഖാചിത്രത്തിലൂടെ വരുന്നത്. ഈ ആദ്യ വാരം നിങ്ങളുടെ കോമ്പിനേഷനെ പറ്റി എങ്ങനെയാണ്? ഈ രേഖാചിത്രം എന്ന സിനിമ എന്താണ് ഹൈ ശരിക്കും ഇതിൻ്റെ സ്ക്രീൻ പ്ലേ തന്നെയാണ്. ഇതിൻ്റെ ആദ്യം ജോഫിനായിട്ട് സിനിമ ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു തോട്ട് മാത്രമാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഒരു സിനിമ റിലേറ്റഡ് ആണ് കഥ എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പം ഞാനൊരു സിനിമയ്ക്കുള്ള സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആണ് ഇരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ജോഫിനും കൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് വന്നിട്ട് മൊത്തമായിട്ട് പറയാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഏകദേശം ഒരു 80% കംപ്ലീറ്റ് ആയി നിൽക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിൻ്റെ ഒരു നറേഷൻ തരുന്നത്. ആ നറേഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് എങ്ങനെ ചെയ്യും എന്നാണ്. കാര്യം ഇത്തരത്തിലൊരു സിനിമ പ്രാക്ടിക്കലി പോസിബിൾ ആക്കാന്ന് പറഞ്ഞാൽ ഒരുപാട്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം അതിനെ നമ്മുടേതായ വേർഷനിൽ വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുറെ വെല്ലുവിളികളുണ്ട്. അന്ന് അത് ചെയ്ത ആളുകളുടെ പെർമിഷൻ മുതല് ആ മെറ്റീരിയൽ മുതല് ആ ചുറ്റുപാട് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് വരെയുള്ള വെല്ലുവിളികളുണ്ട്. അപ്പൊ അത് മുതൽ ഈ സിനിമയ്ക്ക് തന്നൊരു ഹൈ ഭയങ്കര രസമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ അന്ന് കണ്ട ആ ചരിത്രത്തിന്റെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു. അത് ഈ ഇന്നത്തെ കാലത്തിലേക്ക് കൊണ്ടുവന്ന് ഈ അന്വേഷണവുമായിട്ട് ബ്ലെൻഡ് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇപ്പൊ എന്തുകൊണ്ട് ജോഫിൻ പ്രീസ്റ്റിന് ശേഷം ഇത്രയും വലിയൊരു ഗ്യാപ്പ് എടുത്ത് സിനിമ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഇതിന്റെ പണിപ്പുരയിലായിരുന്നു. പിന്നെ അനശ്വരയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. പല സ്ക്രിപ്റ്റുകളും പല കഥകളും ഒക്കെ വന്നു ഒരുമിച്ചുള്ളതൊക്കെ സംസാരിച്ചു. പക്ഷെ പല കൺഫ്യൂഷൻസ് ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇത്തരത്തിലൊരു നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾ ഒരുമിച്ച് സീനുകളില്ല, ഒരുമിച്ച് സെറ്റിൽ കണ്ടത് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. അതെ, ആ രണ്ട് കാലഘട്ടത്തിൽ നിന്നുകൊണ്ട്. പക്ഷെ എന്റെ ക്യാരക്ടർ ഒരു വലിയ വെല്ലുവിളിയും അതായിരുന്നു. ഞാൻ ഈ മൊത്തത്തിലുള്ള അന്വേഷണത്തിൽ പോലും എൻ്റെ സ്റ്റോറി ലൈനിൽ എല്ലായിടത്തും ഈ ക്യാരക്ടറിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒരു പ്രസന്റിൽ എന്ന പോലെ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യം വരെയുണ്ട്. അപ്പൊ അതൊക്കെ ഈ സ്ക്രിപ്റ്റിന്റെ പുതിയ പുതിയ സിനിമകളാണ് മലയാളത്തിൽ ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എഗെയിൻ അതിന്റെ ഒരു പുതുമ കീപ്പപ്പ് ചെയ്യാൻ ഈ സ്ക്രിപ്റ്റിന് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനശ്വര, ഈ ആസിഫ് അലിയാണ് ഫേവററ്റ് ആക്ടർ എന്ന് അനശ്വര പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്ഥിരമായി ചോദിക്കാവുന്ന ചോദ്യം എങ്ങനെയായിരുന്നു ആസിഫ് അലിയായിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ഇതിലിപ്പോ അത് ചോദിക്കാൻ പറ്റില്ല. കോമ്പിനേഷൻ ഇല്ലാത്തൊരു അനുഭവം എങ്ങനെയായിരുന്നു ഇതില്? നല്ല രസമാണ്. നമ്മള് സെറ്റിൽ ഈ പറഞ്ഞ പോലെ കണ്ടിട്ടേ ഇല്ല. നമ്മൾ ഈ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് ഒരിക്കൽ കണ്ടേ ഉള്ളൂ. സംസാരിച്ചിട്ടുണ്ട് 2-3 പ്രാവശ്യം. അങ്ങനെ സെറ്റിലാണ് നമ്മള് കാണുന്നത്. എനിക്ക് പറഞ്ഞ പോലെ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടനാണ്
ചെറുപ്പത്തില് നമ്മളെ കണ്ടു. പ്രായം പറയാൻ അതാണ് ഹൈലൈറ്റ്. ചെറുപ്പവും പ്രായവും അത് ഇൻവെർട്ടഡ് കോമേഴ്സിലിട്ട് പറയുന്നത്. കണ്ടു വളർന്ന. അപ്പോ ഇപ്പം എല്ലാ നമ്മുടെ അമ്മമാർക്കൊക്കെ ഇഷ്ടമുള്ളൊരു ഒരു പേഴ്സൺ ആണ്, ഒരു നടനാണ്. അപ്പം ആളുടെ കൂടെ ഒരു സിനിമ നല്ല രസമാണ്. അമ്മയ്ക്കൊക്കെ ഭയങ്കര അതെ അതെ, എന്റെ അമ്മയ്ക്കും അതെ. കണ്ട സമയത്ത് പറഞ്ഞു ആസിഫ് അലി ആയിട്ടുള്ള നെക്സ്റ്റ് പടം എന്നൊക്കെ അമ്മ സംസാരിക്കുമ്പോഴും കൂടെ പറഞ്ഞിരുന്നു. അതെ, അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ സിനിമയുടെ കാസ്റ്റിംഗ് എടുത്ത് നോക്കുമ്പോൾ ഇതിൽ എല്ലാവരെയും ജോഫിൻ ഭയങ്കര കാര്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് കാസ്റ്റ് ചെയ്തത്. അപ്പൊ അതില് അനശ്വരയുടെ ക്യാരക്ടർ ആണെങ്കിലും എടുത്ത് പറയുമ്പോൾ രണ്ട് കാലഘട്ടം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കാസ്റ്റിംഗ് വരുന്നുണ്ട്. അപ്പൊ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ഒരു കുട്ടിത്വത്തോടു കൂടി ഭയങ്കര നിഷ്കളങ്കമായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഫേസും പിന്നെ നമ്മൾ പോസ്റ്ററിൽ കാണുന്ന ഒരു സെക്കൻഡ് ഫേസും ഉണ്ട്. ഇത് രണ്ടും പടത്തിന്റെ എല്ലാ മൂഡിലും ഒരു ക്യൂരിയോസിറ്റി കൊടുക്കാൻ പറ്റിയൊരു കാസ്റ്റിംഗ് ആയിരുന്നു. അത് ശരിക്കും പേഴ്സണലി കാണുമ്പോൾ ഇപ്പൊ നേരത്തെ ഒരു ഇന്റർവ്യൂല് ചോദിച്ചു, നമ്മൾ ഈ ബാലതാരങ്ങളായിട്ട് വന്നവർക്ക് ആ ഐഡന്റിറ്റി ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരാളാണ് അനശ്വര എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയായിട്ടുള്ള കോമ്പിനേഷൻ പറയുമ്പോൾ നിങ്ങളിപ്പോ ഈ ചെറുപ്പകാലം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഏത് സമയത്തായിരിക്കും ഇങ്ങനെ ഒരു ആക്ടറിനെയൊക്കെ ഫോളോ ചെയ്യാൻ ചെറുപ്പകാലത്തിൽ തുടങ്ങിയത്? ചെറുപ്പകാലത്ത് എനിക്കൊന്ന് ആദ്യം കണ്ട സിനിമ ഇതാണ്, കഥ തുടരുന്നു. അത് കഴിഞ്ഞിട്ട് ട്രാഫിക്. ഇതൊക്കെയാണ് നമ്മൾ അപ്പൊ കാണുന്ന സിനിമകള്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേ സിനിമകള് കട്ടൻ ചായ പെട്ടെന്ന് വിത്തോട്ടായി അങ്ങനെ കുഞ്ഞുണ്ടാവുമ്പോ കാണാൻ തുടങ്ങിയതാ. അല്ല, ഈ സിനിമയിൽ വിളിക്കുമ്പോ ഉറപ്പായിട്ടും പേഴ്സണൽ എക്സൈറ്റ്മെന്റ് ആസിഫ് അലിയുടെ കൂടെ കണ്ടു വളർന്നൊരു നായകന്റെ കൂടെ അഭിനയിക്കണം എന്നല്ല, അത് ഇല്ലാന്നൊക്കെ അറിഞ്ഞപ്പോ ഭയങ്കര പ്രശ്നമായിരുന്നോ, ഒരു മാനസിക സംഘർഷം? അങ്ങനെയൊന്നല്ല, ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സിനിമയ്ക്ക് എല്ലാവർക്കും കഥപ്പടം എന്നുള്ള രീതി. അതെ, നല്ലൊരു ഭയങ്കര രസമുള്ളൊരു സ്ക്രിപ്റ്റാണ്. നല്ല, എനിക്ക് പേഴ്സണലി എൻ്റെ ക്യാരക്ടറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഈ പറഞ്ഞ പോലെ ഇതില് കുറേ ഇഷ്ടം പോലെ നമുക്ക് പരിചയമുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അവരുടെ ഒന്നും സമ്മതം ഇല്ലെങ്കിൽ, അവരൊന്നും സഹകരിക്കാനില്ലെങ്കിൽ ചിലപ്പം ഈ സിനിമയുടെ പ്രൊജക്ട് നടക്കില്ല, വേറൊരു രീതിയിൽ അതങ്ങ് പോയെന്നെ. പക്ഷെ എല്ലാവരും ഇതിന് ഒരുമിച്ച് നിന്ന് അങ്ങനെ നടന്നതാണ് ഈ സിനിമ. എന്നോട് ജോഫിൻ ചേട്ടൻ വരെ പറയുന്നത് 5 വർഷം മുന്നേ എഴുതി തുടങ്ങിയതാണ്, അല്ലെങ്കിൽ അപ്പം മുതലേ പുള്ളി ആലോചിക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പോലെ സോങ് അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്കകത്ത് സിനിമ അതിന് ചുറ്റിപ്പറ്റി നടക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടിയുള്ള പെർമിഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 5 വർഷമായിട്ട് ജോഫിൻ ചേട്ടൻ നടക്കുവാണ്. പ്രൊഡ്യൂസേഴ്സും എല്ലാവരും നടക്കുവാണ്. അപ്പൊ അന്ന് കഥ പറഞ്ഞ പലരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അപ്പം അങ്ങനെ എല്ലാവരും ഒത്തുകൂടി എല്ലാവരുടെയും സമ്മതത്തോടെ നടന്നൊരു സിനിമയാണ് രേഖ. ഒരു ഘട്ടത്തില് പുതുമുഖം എന്നുള്ള രീതിയിൽ പോലും ആലോചിച്ചിരുന്നു അല്ലെ അനശ്വരയുടെ ക്യാരക്ടറിന്റെ? അതൊക്കെ ഈ വീണ്ടും ഒരു പോലീസ് ക്യാരക്ടറിൽ വരികയാണല്ലോ. അതായത് ഇപ്പോൾ ജോഫിനൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ പടം ഇതിൻ്റെ ഇനീഷ്യൽ ഐഡിയ ഒക്കെ സമയത്ത് ആസിഫ് അലി ആസ് പോലീസ് ക്യാരക്ടർ നോക്കുമ്പോൾ മറ്റേ ഇതാണ്ട പോലീസ് അത് മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഇപ്പോൾ ഈ അനശ്വര പറഞ്ഞ പോലെ ഇപ്പോൾ 4-5 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ കൂമനുണ്ട്, അതുപോലെ തലവൻ എന്നുള്ള സിനിമകളിലൊക്കെ പോലീസ് ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രൊഫഷണലി ഒരു ക്യാരക്ടറിൻ്റെ ഒരു പ്രൊഫഷൻ കൂടെ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് പോലും ആഗ്രഹിക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ. ഈ ഘട്ടത്തിൽ അതിനൊക്കെ കവച്ച് വെക്കുന്ന രീതിയിൽ ഫേവറേറ്റ് ആയതുകൊണ്ടാണോ രേഖാചിത്രം ഇപ്പോൾ ഈ റിപ്പീറ്റ് ആവുമോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ട്? എനിക്ക് കാര്യം പോലീസ് വേഷങ്ങൾ ചെയ്തപ്പോൾ ആദ്യം പേടിച്ച് നിന്നിരുന്നു ഞാൻ. പോലീസ് വേഷങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് എനിക്കൊരു പേടി മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കുറ്റവും ശിക്ഷയും മുതൽ അല്ലെങ്കിൽ കൂമൻ തലവനും ഒക്കെ കിട്ടിയ ഒരു കോൺഫിഡൻസ് മുന്നോട്ട് അങ്ങനെ സിനിമകൾ സംഭവിക്കാനുള്ള കാരണം. അപ്പൊ ഞാൻ ഒരു പോയിന്റിൽ ചിന്തിച്ചിരുന്നു, റിപ്പീറ്റേഷൻ വരാൻ സാധ്യതയുണ്ടോ പോലീസ് വേഷങ്ങളിൽ. പക്ഷെ ഈ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ അന്വേഷണവും ഇതിന്റെ ക്യാരക്ടറൈസേഷനും എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു സിനിമ കാണുന്ന സമയത്ത് പ്രേക്ഷകൻ ആ സിനിമയെ പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അപ്പൊ ഇയാൾ എന്താണ് പിന്നെയും പോലീസായിട്ട് വന്നേക്കുന്നതെന്ന് ചിന്തിക്കുന്ന എനിക്ക് അങ്ങനെ ഈ പ്രൊമോഷനും ഇതിലൊക്കെ അതേ ബാധകമായിട്ടുണ്ടാവുള്ളൂ. സിനിമ കാണുന്ന സമയത്തും എനിക്ക് ആ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്തും ഒക്കെ എന്റെ ആ ക്യാരക്ടറിനോട് എനിക്ക് തന്നെ പേഴ്സണലി ഭയങ്കര ഇഷ്ടം തോന്നിപ്പോയി. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ അന്വേഷണത്തിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇയാളുടെ ഫൈൻഡിങ്സിൽ കിട്ടുന്ന ഒരു സന്തോഷവും ഒക്കെ. പിന്നെ ഇതൊരു ത്രില്ലർ സിനിമ എന്ന് ജോഫിനും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ത്രില്ലർ ഡ്രാമ അല്ലെങ്കിൽ ഒരു
മൊത്തം ഒരു ഡ്രാമ കാറ്റഗറിയിലാണ് ഈ സിനിമ പ്ലേസ് ചെയ്യാൻ ജോഫിനും ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ മൊത്തത്തിൽ ഇതിനകത്തൊരു ഇമോഷണൽ ഡ്രൈവ് ഭയങ്കര രസമായിട്ട് എന്റെ ക്യാരക്ടറിനുണ്ട്. പിന്നെ ഈ തലവൻ നിന്നും കുറ്റവും ശിക്ഷയും അല്ലെങ്കിൽ കൂമ്പനും ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പോലീസ് വേഷമാണ്. ബട്ട് സ്റ്റിൽ പോലീസുകാരനായിട്ടുള്ള ഇതിനകത്ത് കുറേ സിമിലാരിറ്റീസ് വരും. അത് എല്ലാ പോലീസുകാർക്കും ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ പുതിയ ടാലൻസ്, അതായത് ടെക്നീഷ്യന്മാരാവട്ടെ ആക്ടേഴ്സ് ആവട്ടെ, ഇതിൻ്റെ ഒരു അക്യുറേറ്റ് ജഡ്ജ്മെൻ്റ് ഉള്ളൊരു വ്യക്തിയാണല്ലോ മമ്മൂക്ക എന്ന് പറയുന്നത്. പുതിയ ടാലൻസിനെ ഓൺ ബോർഡ് നമ്മൾ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുന്നൊരു വ്യക്തി. അതിലിപ്പോൾ ജോഫിൻ തന്നെ പറഞ്ഞു, ഈ രേഖാചിത്രം മമ്മൂട്ടിയായിട്ടുള്ള അസോസിയേഷൻ, മമ്മൂട്ടി ഉണ്ടോ, മമ്മൂട്ടിയുടെ AI ഉണ്ടോ എന്നുള്ള സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ജോഫിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് സിനിമയാണ് അതിന് ഉത്തരം, സിനിമ കണ്ട ശേഷം പറയാൻ പറ്റുമെന്ന്. ആ ചോദ്യത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ആസിഫ് അലി എന്നുള്ള വ്യക്തിക്ക് ഇപ്പോൾ റൊഷാക്ക് മുതൽ മമ്മൂക്കയായിട്ടുള്ളൊരു പേഴ്സണൽ ആത്മബന്ധം കൂടി ഉണ്ടല്ലോ. റൊഷാക്ക് ടു രേഖാചിത്രം നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും? എനിക്ക് ശരിക്കും എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഋതു എന്ന് പറഞ്ഞ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് പ്ലേ ഹൗസ് ആണ്. അത് മമ്മൂക്കയുടെ കമ്പനിയുടെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അത് എഗെയിൻ മമ്മൂക്കയുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ പ്ലേ ഹൗസ് ചെയ്യുമ്പോൾ അതിൽ ഞാൻ ജവാൻ ഓഫ് വെള്ളിമല, അതിൽ ഞാനുണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പേസ്, ആ സ്പേസിൽ മമ്മൂക്ക ഉണ്ട് എപ്പോഴും. എനിക്കൊരു ഫ്രീഡവും അദ്ദേഹം തന്നിട്ടുണ്ട്. റൊഷാക്കിലേക്ക് വിളിക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് വന്ന് നിസാം കഥ പറയുമ്പോൾ ഇത് ഫുൾ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഈ ക്യാരക്ടർ ആണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് അതല്ല, അത് മമ്മൂക്കാണ് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെയുള്ള ക്യാരക്ടർ ചോദിച്ചു വരുമ്പോഴാണ് ദിലീപാണെന്ന് പറയുന്നത്. ദിലീപാണെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഒന്ന് സ്റ്റക്കായി. മറ്റേ പണ്ട് നമ്മൾ പറയല്ലോ പ്രേം നസീർ മുഖം മൂടി ഒരു കഴിയുമ്പോഴാണ് പ്രേം നസീർ ആണെന്ന് കാണിക്കുന്നത്, തമാശക്ക് നമ്മൾ പറയും. അപ്പൊ അതുപോലെ എന്റെ ശബ്ദമില്ല, മുഖമില്ല. അപ്പൊ ഞാൻ എന്തിനിത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ നിസാമിന് അതിന് അവൻ്റെതായ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനത് ചെയ്യുന്നു. ഞാൻ ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടി കമ്പനിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ അടുത്ത് പറയുന്നത്, പൈസ ഒന്നും കിട്ടൂലെന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് അഭിനയിച്ചില്ല എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞാണ് ഇപ്പൊ റോളക്സ് കൊടുക്കുന്നതാണ് ട്രെൻഡ് എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്പേസ് എപ്പോഴും മമ്മൂക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ സിനിമ ഇതില് രേഖാചിത്രത്തില് മമ്മൂക്ക ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളൊരു മറുപടി, മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ നടക്കില്ല. കാര്യം ഈ സിനിമയ്ക്ക് ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന ഇൻസിഡന്റിനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പെർമിഷൻ തരേണ്ട ഒരു സ്ഥലം അവിടെ നിന്നാണ്. അപ്പം അത് തീർച്ചയായിട്ടും ജോഫിൻ മമ്മൂക്കായെ വെച്ചിട്ട് ആദ്യത്തെ സിനിമ ചെയ്ത ഒരാളാണ്. ജോഫിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് ജോഫിൻ സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ചത് ഈ സിനിമയായിരുന്നു. അതെ, അത് പക്ഷെ അന്ന് ആയിരുന്നു അത് ഈ സിനിമ ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു. ഈ ഒരു പ്രൊഫൈലില് കൂടെ ജോഫിൻ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സിനിമ ചെയ്യാൻ ഇത്രയും ഈസി ആയിട്ട് പറ്റിയത്. ഇപ്പം ഇതിൽ തന്നെ ഏറ്റവും ഒരു ക്രക്സ് അല്ലെങ്കിൽ ജോൺ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി എക്സൈറ്റ്മെൻറ്റ് ഈ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന രീതിയിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് അങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടെങ്കിലും മലയാളത്തിൽ ഈ ഒരു അനുഭവം ആദ്യമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കാതോട് കാതോരം സിനിമയുടെ ഇത് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ജെൻസി കിഡ്സിനെ സംബന്ധിച്ച് ഇത് നമ്മൾ തിയേറ്റർ വാച്ചോ അല്ലെങ്കിൽ അതായത് തിയേറ്റർ വാച്ചിലോ അല്ലെങ്കിൽ അങ്ങനെ അനുഭവത്തിലൊന്നും ഈ സിനിമ കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ കേട്ടറിവോ അല്ലെങ്കിൽ മറ്റേ TV കണ്ടൊരു അനുഭവമൊക്കെ ഉണ്ടാവില്ല. ഈ കാതോട് കാതോരം ഇതിൽ ആ ഒരു പ്രൊമൈസിൽ വീണ്ടും ഒരു ക്യാരക്ടർ ചെയ്യാൻ നമ്മൾ എവിടെ കമ്മിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതാണ് കൺഫേം ചെയ്തിട്ടില്ല അല്ലെ. സിനിമ ഒരുപാട് ഡിസ്കഷൻസ് ഇതിനെപ്പറ്റി ഓൺലൈനിൽ വരുന്നുണ്ട്. അപ്പൊ പല സമയത്ത് ഷോർട്ടും ഭരതൻ സാറിന്റെ അപ്പൊ അത് ആണോ അല്ലെങ്കിൽ ആ സിനിമയുമായിട്ട് ഇതിന് റിലേഷൻ ഉണ്ടോ എന്നൊന്നും എവിടെയും ഇതുവരെ സോഫാർ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന പോലെ ഒരു സിനിമയുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. അപ്പൊ അത് തന്നെയായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഹൈ എന്ന് പറയുന്നത്. ഞാൻ ഈ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഈ പെർട്ടിക്കുലർ സിനിമ എടുത്തിട്ടൊന്ന് കണ്ടു, എന്തെങ്കിലും ഒരു ക്ലൂ, ഇങ്ങനത്തെ ഒരു ഡൈവേർഷനുള്ള സാധ്യത ആ സിനിമയിൽ കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ. അപ്പൊ കൃത്യമായിട്ട് അങ്ങനെ ഒരു റൂട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കുകയും അതിലേക്ക് കൊണ്ടുവന്ന് ഇത് പ്ലേസ് ചെയ്യുകയും അതിന്റെ ആ പെർട്ടിക്കുലർ സീക്വൻസ് റീക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ അതിന്റെ ഒരു BTS എന്ന് പറയുന്ന രീതിയിലേക്ക്
അല്ലെങ്കിൽ നമ്മൾ കണ്ടതിന്റെ പിന്നിൽ നടന്ന ഒരു കഥ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ എഫേർട്ടിന്റെ ഭാഗമായിട്ട് അന്നുണ്ടായിരുന്ന ഒരുപാട് പേരുടെ, നേരത്തെ അനശ്വര പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ പെർമിഷൻസ് വേണമായിരുന്നു, ഒരുപാട് മെറ്റീരിയൽസും ഒരുപാട് സിറ്റുവേഷൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകളുടെ ലുക്കലൈക്സിനെ കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു പ്രീ പ്രൊഡക്ഷനിൽ ഹൈ കിട്ടുന്നത് ആദ്യമായിട്ടാണ് എനിക്ക്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കണ്ടതൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു ഹൈ ഉണ്ട്. പക്ഷെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കവറപ്പ് ചെയ്ത് പോകുമ്പോൾ സർട്ടൻ ടെക്നോളജി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ഒരു അവസരം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് ഒരു എഗെയിൻ ഒരു പുതിയ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ ഈ പറയുന്ന ഈ പർട്ടിക്കുലർ സിനിമേൻ്റെ ആ സിനിമ കാണിക്കുന്ന ഭാഗത്തിലാണ് അനശ്വരയുടെ ക്യാരക്ടർ വന്നു പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ട്രെയിലർ കണ്ടിട്ട്. അനശ്വരയും ഈ പറഞ്ഞ പോലെ ഈ സിനിമ റീവാച്ച് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? രേഖാചിത്രം കമ്മിറ്റ് ചെയ്ത ശേഷം? കമ്മിറ്റ് ചെയ്തതിന് ശേഷമല്ല, പടം തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ റീവാച്ച് ചെയ്യുന്നത്. കാരണം ഞാനുണ്ടോ എന്നെ കാണുന്നുണ്ടോ എന്നറിയാം. അപ്പൊ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ പടം റീവാച്ച് ചെയ്യുന്നത്. എനിക്ക് ആ സെറ്റ് വർക്ക് ഒക്കെ ഞാൻ ഫസ്റ്റ് വന്ന് ഇറങ്ങിയ സെറ്റ് വർക്ക് ഒക്കെ കാണുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഞാനൊന്നും വിറ്റ്നസ് ചെയ്യാത്ത ഒരു ജനറേഷന്റെ സെറ്റ് വർക്കും കോസ്റ്റ്യൂമും പരിപാടിയൊക്കെ ആയിരുന്നു അവിടെ. അപ്പം അതൊന്നും അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പടം കണ്ട് പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും മൊത്തത്തിൽ വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി. എനിക്ക് ആ സെറ്റും ആ കോസ്റ്റ്യൂമും മൊത്തത്തിലുള്ള പരിപാടി മൊത്തം എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അവിടെ. അപ്പോൾ ഈ നേര് റിലീസ് ചെയ്ത ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ അതിൻ്റെ 1 year സെലിബ്രേഷൻ ആയിരുന്നു. 2024 ഒരു റാപ്പപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിലും അനശ്വരയുടെ കരിയർ ഓസ്ലർ അടിച്ചു, ഗുരുവായൂരമ്പലം നടയിൽ അങ്ങനെ എല്ലാം തൂക്കി വാരുന്നു എന്നുള്ള അവസ്ഥയാണല്ലോ. എന്താണ് പിന്നോട്ട് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ മെമ്മറി എങ്ങനെയായിരിക്കും? നല്ല കരിയർ പീക്ക് അല്ലേ? പീക്ക് അങ്ങനെയൊന്നുമില്ല, പിന്നെയും മുന്നോട്ട് പോണം തന്നെയാണ്. കഴിഞ്ഞ വർഷം എന്നെ പേഴ്സണലി എനിക്ക് ഭയങ്കര നല്ലൊരു വർഷമായിരുന്നു. നല്ല സിനിമകൾ ചെയ്യാൻ പറ്റി, നല്ല സിനിമകളുടെ ഭാഗമായി ഒരുപാട് നല്ല സിനിമകൾ കണ്ടു. മലയാളത്തിൽ തന്നെ ഒരുപാട് നല്ല സിനിമകൾ കണ്ടു. വേറൊരു ഫേസ് ഓഫ് മലയാള സിനിമ വിറ്റ്നസ് ചെയ്യാൻ പറ്റി. അപ്പോൾ കഴിഞ്ഞ വർഷം മൊത്തം സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. എല്ലാം ഓടി നടന്ന് സിനിമകൾ സെറ്റിലേക്കായിരുന്നു. അപ്പൊ അതൊക്കെ ഈ വർഷം അതൊക്കെ ശേഷം സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് ഒക്കെ ഈ വർഷം റിലീസ് ആവുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ലുക്കിംഗ് ഫോർവേഡ്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 2024 കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മറ്റേ ഏറ്റവും ഡിസ്കസ് ചെയ്തപ്പെട്ടതാണ് ആസിഫ് അലിയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞിട്ട് മറ്റേ കിഷ്കിന്ദ കാണ്ഡത്തിലൊരു ഷോട്ട് ഉണ്ടല്ലോ, ഈ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഈ കാറിലിരുന്നൊരു ഷോട്ടിൽ കണ്ണിന്ന് വെള്ളം വരുന്നു പറഞ്ഞിട്ട് ആസിഫ് അലിയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ്. ഇത് ഇപ്പോൾ ഈ കണ്ണുകൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ട് കുറേ കാലമായി ആക്ടേഴ്സിൻ്റെ കണ്ണുകൾ. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം മോഹൻലാലിൻ്റെ കണ്ണുകൾ, പിന്നെ അതിൽ നിന്ന് ശേഷം മറ്റേ ഫഹദ് ഫാസിലിൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ അത് വരുന്നത്. എന്താണ് ഇത് കേൾക്കുമ്പോൾ പേഴ്സണലി തോന്നുന്നത്? ശരിക്കും പേടിയാണ് എനിക്ക് തോന്നുന്നത്. പല സീൻസ് നമ്മൾ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ അടുത്തുനിന്ന് കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തൊരു മാജിക് പ്രതീക്ഷിക്കുമ്പോൾ നമ്മളുടെ മേളിലുള്ള ചുമതല കൂടും, ഒരു ഈസിനെസ് നഷ്ടപ്പെടുവോ എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കിപ്പോ ഉണ്ട്. അനുരാഗ് കരിക്കും വെള്ളത്തിൽ അടി വാങ്ങിയതിന് ശേഷം ഇപ്പൊ അടി തരുന്ന ഷോട്ടുകളിൽ ഞാൻ എക്സ്ട്രാ അനായാസമായി കൈകാര്യം ചെയ്ത് ഇപ്പൊ ഓർഗാനിക്കായി പറ്റാത്ത അവസ്ഥ അതിന്. അപ്പൊ അതിന് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരുന്ന ഒരു പ്രഷർ വരാൻ സാധ്യത ഇത് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. ആളുകൾ ഭയങ്കരമായിട്ട് ചില സമയത്ത് അധികമായിട്ടൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു പേടി വരാൻ തുടങ്ങി. ഈ പർട്ടിക്കുലർ ഷോട്ട് എടുക്കുന്ന സമയത്ത് എന്തായിരുന്നു ആ സെറ്റിലൊക്കെ ഭയങ്കര എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഏതാണ് ഈ കിഷ്കിന്ദ കാണ്ഡത്തിൽ ഈ പർട്ടിക്കുലർ ഷോട്ട്? കിഷ്കിന്ദ കാണ്ഡം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, ഐ മീൻ ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ആ സിറ്റുവേഷൻ നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ ചെയ്യാൻ ശ്രമിക്കും. ചിലത് ഫസ്റ്റ് ടേക്കിൽ തന്നെ അത് ഓക്കെ ആവും. അല്ലെങ്കിൽ ഡയറക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഈ ഡീറ്റെയിലിംഗ് കുറച്ചും കൂടെ ആഡ് ചെയ്യണം, ഈ ഒരു ഇമോഷൻ കുറച്ചും കൂടെ കയറണം എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ
ഒന്നും കൂടെ ശ്രമിക്കും. അപ്പൊ അത് ഓക്കെ ആയി വരുന്ന ഷോട്ടൊക്കെയാണ്, അല്ലാതെ മൊത്തമായിട്ട് ഇതിൽ എൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ടല്ല വരുന്നത്. ഞാൻ എപ്പോഴും ഒരു ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആക്ടർ തന്നെയാണ്. അപ്പൊ അതില് ഇപ്പൊ കിഷ്കിന്റെ കണ്ടത്തിലെ ഇമോഷൻസ് ആണെങ്കിലും എല്ലാം സ്ക്രിപ്റ്റിൽ കൃത്യമായിട്ട് ഉണ്ടായിരുന്നതാണ്. ബാഹുൽ ഇതിന്റെ ഒരു ഫസ്റ്റ് വേർഷൻ എന്നെ കൊണ്ട് തരുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വായിക്കുന്ന സമയത്ത് ഞാനിത് ചെയ്യില്ല എന്നൊരു പേടി ഉണ്ടായിരുന്നു അവർക്ക്. കാര്യം ഇതിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പുപിള്ളയാണ്. ഇതിന്റെ ആദ്യത്തെ പേര് ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള എന്ന് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ക്രിപ്റ്റ്, കാര്യം ഇവർക്ക് എല്ലാവർക്കും എന്നോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇവരുടെ ആദ്യത്തെ സിനിമ ഞാൻ ചെയ്തതാണ്. പിന്നെ എല്ലാം ഞാനൊരു സുഹൃത്താണ് അവർക്ക് എല്ലാവർക്കും. അപ്പോൾ അവർക്ക് ഒരു സിനിമ പുറത്ത് പറയുന്നതിന് മുന്നേ എന്നോട് പറയണം. ഞാൻ നോ പറഞ്ഞാലേ പുറത്ത് പറയുള്ളൂ. പക്ഷെ ഞാൻ നോ പറയും എന്ന് എവിടേക്കോ അവർക്ക്. കാര്യം ഈ പറഞ്ഞ പോലെ ഒരു ഹീറോ ഓറിയന്റഡ് സിനിമയല്ല ഇത് സ്ക്രീൻ പ്ലേയിൽ വരുമ്പോൾ. പക്ഷെ സ്ക്രീനിൽ വരുമ്പോൾ ഇതിൽ എല്ലാവർക്കും സ്പേസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ജഡ്ജ് ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം. കാര്യം അതിന്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അയ്യോ എനിക്ക് സ്പേസ് കുറവാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോയേക്കാം. പക്ഷെ എനിക്ക് ആ ലാസ്റ്റത്തെ ഒരു 20 മിനിറ്റ്സിന്റെ ഹൈ ആക്ച്വലി എനിക്ക് സ്ക്രിപ്റ്റ് റീഡിങ്ങിൽ തന്നെ കിട്ടിയിരുന്നു. അപ്പൊ അതെല്ലാം ഇതിന്റെ ഇമോഷൻസും ഈ ക്യാരക്ടറിന്റെ ഓരോ സ്റ്റെപ്പിലുള്ള റിവീലും എല്ലാം ഭയങ്കര രസമായിട്ട് സ്ക്രീൻ പ്ലേയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഫോളോ ചെയ്ത് മാത്രമാണ് ഞാൻ ചെയ്തത്. ബാക്കി എല്ലാം ഒരു ഏതോ ഒരു മാജിക് ആണ് അതിങ്ങനെ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ജോഫിനും ഐഡന്റിറ്റിയുടെ സംവിധായകൻ അഖിൽ പോളും കൂടെ ഒന്നിച്ച് ഇരിക്കുന്ന ഇന്റർവ്യൂല് ഇവർ ഈ സമീപകാലത്താണ് ഇവർ തുടങ്ങുന്നത്, കരിയർ തുടങ്ങുന്നത്. അപ്പോൾ ഇവരുടെ ക്ലാഷ് റിലീസിനെ പറ്റിയൊക്കെ ഇവർ സംസാരിച്ചിരുന്നു. ഭയങ്കര രസമായിട്ടായിരുന്നു സംസാരിച്ചത്. എനിക്ക് തോന്നുന്നത് ഈ ടോവിനോയും ആസിഫ് അലിയും നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ 2024 ഓണം ക്ലാഷ് റിലീസായിട്ട് ARM കിഷ്കിന്താണ്ടും വരുന്നു. രണ്ടും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു. അടുത്ത വർഷം അതായത് രണ്ടുപേരുടെ നെക്സ്റ്റ് റിലീസിന് എടുക്കുകയാണെങ്കിൽ ഐഡന്റിറ്റിയും രേഖാചിത്രവും വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ടോ ഈ റിലീസിനെ സംബന്ധിച്ച്? ഞാനിപ്പം ടൊവിയായിട്ട് ലാസ്റ്റ് ഫോണിൽ സംസാരിച്ചത് ക്രിസ്മസിന്റെ അവനെ വിഷയം വിളിക്കുമ്പോഴാണ്. അന്നും ഞങ്ങള് പറഞ്ഞത് ഇതിന് ആവശ്യമില്ലാത്തൊരു കോമ്പറ്റീഷൻ വേണ്ട എന്നാണ്. ഒരു കോമ്പറ്റീഷൻ സ്വഭാവം ഈ സോഷ്യൽ മീഡിയയിൽ വരും, സ്വാഭാവികമായിട്ടും വരും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള കമ്പാരിസൺസ് ചില സമയത്ത് വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ രണ്ടുപേരും എപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. കാരണം രണ്ട് സിനിമയും രണ്ട് തരത്തിലുള്ള സിനിമകളാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമയെ പ്രൊമോട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തു. അത് ഒരു വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ അത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പുകിലോർത്തിട്ട് വേണ്ടാന്ന് വെച്ചതാണ്. അപ്പം ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്നത് മുതൽ സിനിമ സെലക്ട് ചെയ്യുന്നത് മുതൽ തീർച്ചയായിട്ടും ആ ഒരു കോമ്പറ്റീഷൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പോഴാണ് നമ്മളുടെ സിനിമകൾ നന്നാവുന്നതും നമ്മൾ മുന്നോട്ട് പോകുന്നതും. ഈ സമീപകാലത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രായം കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വന്ന എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും കണക്കിലെടുക്കാതെയാണ് ആളുകൾ സിനിമയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ അനശ്വരയെ പോലുള്ള, അല്ലെങ്കിൽ നസ്ലൻ, ഇപ്പോൾ മാത്യു അല്ലെങ്കിൽ മമിത ബൈജു ഒക്കെ. അതായത് ഇവർക്ക് വരുന്ന ഹൈപ്പ് അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഒരു ഫാൻ ഫോളോയിങ് എന്ന് പറയുന്നത് മാർക്കറ്റിനെയും കൂടെ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം മലയാളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. നിങ്ങളിപ്പോൾ ആസിഫിക്കൊക്കെ അഡിയോസ് അമീഗോസ് ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞത് നസ്ലൻ്റെ ഭാഷയായിട്ട് നമുക്ക് ഇപ്പോൾ സീനിയർ ആക്ടേഴ്സ് പോലും ഇവരെ ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥയാണല്ലോ കാണുന്നത്. അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? ഇവരുടെ ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? നമ്മുടെ പ്രേക്ഷകരോടുള്ള റെസ്പെക്ട് തന്നെയാണ് അത്. അവരെ ഒരു നല്ല സിനിമകൾ ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഒരു ആക്ടറിനും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അയാൾ വരുമ്പോൾ ഈ സിനിമയ്ക്ക് ഇത്ര ഓപ്പണിംഗ് ഉണ്ടാവുന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ സിനിമ ഉണ്ടാക്കുന്ന, അതിന്റെ റിലീസിന് മുന്നേ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പും ആ സിനിമയിലെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയും, ഇതിനെയാണ് ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം സൂപ്പർ സ്റ്റാർസിന്റെ പോലും സിനിമകൾക്ക്, ചില സിനിമകൾക്ക് നമുക്കറിയാം ഭയങ്കരമായ ഹൈപ്പ് വരുന്നുണ്ട്. ചില സിനിമകൾ കൺസിഡർ പോലും ചെയ്യാതിരുന്നിട്ടുണ്ട്. ഈവൻ ഇനീഷ്യൽ ഓപ്പണിംഗ്, ഫസ്റ്റ് ഡേ കളക്ഷൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. അപ്പൊ അത്
ആ ഒരു പെർട്ടിക്കുലർ പ്രൊജക്ട്സിനോടാണ് ആളുകൾക്ക് വരുന്നത്. ഇപ്പം ഒരു സിനിമയ്ക്ക് ആദ്യം വരുന്ന പാട്ട്, അതിന്റെ ട്രെയിലർ, അതിന്റെ സീക്വൻസസ്, അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷൻ മെറ്റീരിയൽസും, ഇതെല്ലാം ആളുകളെ എത്രത്തോളം അട്രാക്ട് ചെയ്യേണ്ടു എന്നുള്ളതിനനുസരിച്ചിട്ട് ഓഡിയൻസ് കയറുന്നത് ഒരു പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രം ഉണ്ടാവും. എന്താ ശരിക്കും അങ്ങനെ? പിന്നെ മെയിൻലി ഇപ്പം ആൾക്കാർ ഭയങ്കര ടെക്നിക്കൽ സൈഡും കൂടി നോക്കാൻ തുടങ്ങി. ഇപ്പം ടെക്നീഷ്യൻസ് ആരാണ് ഇപ്പൊ സംവിധായകനെ നോക്കിയിട്ട്, DOP നോക്കിയിട്ട്, അവരൊക്കെ നോക്കിയിട്ട് ഇപ്പം ആൾക്കാർ സിനിമയ്ക്ക് പോകുന്നുണ്ട്. പല ഡയറക്ടേഴ്സിന് വേണ്ടി ആൾക്കാർ അവരുടെ നെക്സ്റ്റ് ഫിലിം അനൗൺസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മുന്നത്തെ സംബന്ധിച്ചുള്ള സ്റ്റാർസിന്, ഒരു ആക്ടേഴ്സിന് മെയിൻ ആക്ടേഴ്സ് ആരാണ് എന്നതിനപ്പുറം അവരെ നോക്കിയിട്ട് തിയേറ്ററിൽ കയറുന്നതിനപ്പുറം ഇപ്പോൾ ആൾക്കാർ ഈ സംവിധായകരെയും ഈ ഭയങ്കര വലിയ ആക്ടേഴ്സ് അല്ലെങ്കിൽ കുഞ്ഞു അവർക്ക് ഇഷ്ടമുള്ള നല്ല സിനിമകൾ നല്ല സിനിമയാണ് എന്ന് തോന്നുമ്പോൾ ആൾക്കാർ അതിന് കയറുന്നുണ്ട്, വാല്യൂ കൂടുന്നുണ്ട്. അതെ. അല്ല, ഈ ഇപ്പോൾ തുടക്കം, ഇപ്പോൾ ഉദാഹരണം അതിലൊക്കെ തുടങ്ങിയ തൊട്ട് ഇതുവരെയുള്ള ഒരു ജേർണി ഉണ്ടാവല്ലോ, അത് വിലയിരുത്തുമ്പോൾ എന്താണ് ശരിക്കും പേഴ്സണലി തോന്നുന്നത്? ഈ പറയുന്ന പോലെ ഈ ഓഡിയൻസ് റിസപ്ഷനെ സംബന്ധിച്ച് എന്താ തോന്നുന്നത്? ആദ്യ സിനിമ തൊട്ട് ഇപ്പൊ വരെ എനിക്കിപ്പോ വേറൊരു വലിയൊരു മാറ്റം ഒരു ഗ്രാജുവലി ഒരു മാറ്റം വരുന്നുണ്ട് മലയാള സിനിമ. അതിപ്പോ മുന്നേയും ഓരോ സമയത്തും അങ്ങനെ മലയാളത്തിൽ അങ്ങനത്തെ ഒരു ചേഞ്ചസ് വന്ന് പോയിട്ടുണ്ട്. ഇപ്പോ അതിനുള്ളൊരു ഒരു ചേഞ്ചാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല പ്രൊജക്ട്സിന് ആൾക്കാർ കൂടാൻ തുടങ്ങി. മലയാള സിനിമയ്ക്ക് ഓരോ ഫേസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കുറച്ച് എന്താ പറയാ, ഈ നാച്ചുറൽ ആയിട്ടുള്ള ഭയങ്കര നാച്ചുറലി അഭിനയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രകൃതി സിനിമകൾ, അങ്ങനെയുള്ള സിനിമകള്, പിന്നെ ഒരു സമയത്ത് ഭയങ്കര കൊമേഴ്ഷ്യലി സിനിമകള്, അങ്ങനെ ഓരോ ഫേസ് മലയാള സിനിമയ്ക്ക് വന്നു പോയിട്ടുണ്ട്. അപ്പം അതിന്റെയൊക്കെ ഒരു ഭാഗമാകാൻ പറ്റും. അതൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് തന്നെ അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമാണ്. ഈ മറ്റേ ഫാൻ ഫോളോയിങ് ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഈ പ്രൊമോഷൻ തൊട്ട് ഇപ്പോൾ തിയേറ്റർ റെസ്പോൺസിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് മീഡിയ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. മീഡിയ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് ഒരു സിനിമയുടെ ഒരു വിജയപരാജയ ഫാക്ടർ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻ, അതിൻ്റെ ഹൈപ്പ്, ഇനീഷ്യൽ, ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ മീഡിയ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇത് കണ്ടതാണ്, ഇപ്പോൾ എസ്തർ അനിലിൻ്റെ ഒരു ഫോട്ടോ ഒരു മീഡിയക്കാർ പോസ്റ്റ് ചെയ്യുന്നു. അതിന് താഴെ അവർ തന്നെ കമൻറ്റ് ചെയ്യുന്നു, പച്ചക്കോയിൽ നോസ് ഹൗ ടു പുട്ട് ദ ക്യാമറ ആംഗിൾ എന്ന് പറഞ്ഞാൽ അവർ തന്നെ ട്രോൾ ചെയ്ത് കമൻറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഇപ്പോൾ ഈ തിയേറ്റർ റെസ്പോൺസ് എന്ന പേരിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ, വെക്കുന്ന ക്യാമറ ആംഗിൾ എന്നൊക്കെ പറഞ്ഞത്, ഇത് പോയി കടന്ന് ഇത് അതിര് വിടുന്നൊരവസ്ഥ ഉണ്ടാവുന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അനശ്വരയ്ക്ക് ഇതിൻ്റെ ഒരു പേഴ്സണലി ഒക്കെ എങ്ങനെ തോന്നുന്നു? ഈ ഒരു വിഷയത്തിൽ ഭീകരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊരു വിഷയമാണോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ പല ക്യാമറാസും വെക്കുന്ന ആംഗിള്, അതിപ്പം ചിലവർ മാന്യമായി എടുക്കുന്ന ചില വീഡിയോസും ഉണ്ട്, അത് ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി ചിലർ ഈ പറഞ്ഞ പോലെ പെർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ഒരു പ്രത്യേക ആംഗിളിൽ നമ്മൾ എടുത്തിട്ട് അത് തംബ്നെയിലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൊക്കെ ഇടുമ്പോൾ അത് പ്രത്യേകിച്ച് തംബ്നെയിലായിട്ട് ഇരുന്ന് അതിന് റീച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ട്. അത് അഫ്കോഴ്സ് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആക്കാറുണ്ട്. അതിപ്പം ഏതൊരാളും, അതിപ്പോൾ ഒരു ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ആരായാലും ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തോ എന്നാൽ എങ്ങനെ നിൽക്കുമ്പോഴായാലും അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അതിനെ യൂസ് ചെയ്ത് അതിനൊരു ആംഗിളിൽ എടുത്ത് ആൾക്കാരുടെ ഇടയിലേക്ക് അതിനെ ഭയങ്കര മോശമായിട്ട് എത്തിക്കുന്നതിനെ ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആക്കാറുണ്ട്. അതിന്റെ താഴെയുള്ള കമന്റ്സും ഭയങ്കര ക്രീപ്പിയാണത്. ഇത് ഒരാളിലേക്കുള്ള ഭയങ്കര എന്താ പറയാ, ഒരു പേഴ്സണൽ സൈഡ്, അതായത് ആൾക്കാരുടെ ഭയങ്കര ഒരു മോശം മെന്റാലിറ്റിനെ യൂസ് ചെയ്തിട്ട് അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, അത് ഭയങ്കര ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാന്യമായി എടുക്കുന്നത് ഫൈൻ, നമ്മൾ നടന്നു പോകുമ്പോൾ എടുക്കുന്നത് അത് ഓക്കെ ഫൈൻ. ബട്ട് അല്ലാതെയുള്ള ഈ സിറ്റുവേഷനിലൊക്കെ എനിക്ക് ഭയങ്കര, അത് കാണുമ്പോഴായാലും എന്നെ പേഴ്സണലി എടുക്കുമ്പോഴായാലും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ആകാശം നിന്ന് എടുക്കാണ്ട് താഴെ നിർത്തൂടെ എന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. വന്നിറങ്ങുമ്പോ തന്നെ ഇവിടെയാണ് ഇവരുടെ ക്യാമറ ആംഗിള് അൺകംഫർട്ടബിൾ ആക്കുന്നത്. അങ്ങനെ പ്രൈവസി ഭയങ്കര അഫക്ട് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? പ്രൈവസി എന്നല്ല കേട്ടോ അതിനെ പറയാം, ഒരിക്കലും പ്രൈവസി ഇടപെടുന്നതല്ല ഞാൻ പറയുന്നത്. ഇപ്പം അനു പറഞ്ഞ പോലെ ഇപ്പൊ കാറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വീഡിയോ, ഇവർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിട്ട് ഇട്ട് വരുന്നത്. അതിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാൽഫങ്ഷൻ സംഭവിക്കുമ്പോൾ അതിനെ തംബ്നെയിലാക്കി വെച്ചിട്ട് തൻ്റെ പുതിയ സിനിമ
പുതിയ സിനിമ കാണാൻ വേണ്ടി ഇട്ടുകൊണ്ട് വന്ന വേഷം കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പ്രസന്റ് ചെയ്തതെന്ന് വെച്ചോ, ക്യാപ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചോ. അത് വായിക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് എന്താ വിചാരിക്കുക, അതെ അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഭയങ്കര മോശമായ രീതിയിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഒരു എത്തിക്സ് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് പല സമയത്തും ആളുകൾക്ക്. അത് കാണാനും അത് ഡിസ്കസ് ചെയ്യാനും അതിൻ്റെ ഇടയിൽ കമന്റ് ചെയ്യാനും ഒക്കെ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ അത് മീഡിയ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ 2024 എന്ന ഫാക്ടറിൽ തുടങ്ങിയത്. ഈ 2024 പേഴ്സണൽ ജേർണി എടുത്ത് നോക്കുകയാണെങ്കിൽ തെറി വിളിച്ചവരെ കൊണ്ട് കൈയടിപ്പിച്ചൊരു വർഷമാണ് 2024 എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുമ്പോൾ ഈ നമുക്കൊരു ആക്ടറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ സൈഡിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉറപ്പായിട്ടും വരുന്നത് പെട്ടെന്ന് ഈഗോ ഹേർട്ട് ആവുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് ഇമോഷണലി ഭയങ്കര വൾണറബിൾ ആയിട്ട് നിൽക്കുന്നത്. നമുക്കറിയാം ഒരു വിജയ ചിത്രത്തിന് ഒരുപാട് നമ്മൾ സന്തോഷിക്കേണ്ടതില്ല, ഒരു പരാജയ ചിത്രത്തിന് ഒരുപാട് ദുഃഖിക്കേണ്ടതില്ല എന്നൊക്കെ ഒരു ഐഡിയൽ കേസ് പറയെങ്കിലും ഇതെപ്പോഴും പോസിബിൾ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇത് ഈ തെറിവിളി ടു കയ്യടി എന്താണ് ആസിഫയ്ക്ക് തോന്നുന്നു? എനിക്ക് ഈ പേഴ്സണലി എല്ലാം പേഴ്സണലായിട്ട് എടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ സിനിമ മോശമാകുമ്പോൾ എനിക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം മോശം സിനിമകൾ ഉണ്ടാവുന്നത്, ഞാൻ അത്രയും അൺലക്കി ആയിട്ടുള്ള ഒരാളാണോ എന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ നല്ല സിനിമകൾ കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷം തരുന്നതാണ്, ഭയങ്കര കോൺഫിഡൻസ് തരും, പുതിയ പുതിയ സിനിമകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം തരും. അപ്പൊ അത് എല്ലാം വളരെ പേഴ്സണലായിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. അഗെയിൻ ഒരാൾ നമ്മളെ പോയിന്റ് ചെയ്ത് നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മളെ പറ്റി പറയുമ്പോൾ വിഷമം വരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. 2025 ആദ്യ വാരത്തിൽ തന്നെ ആദ്യ സിനിമയായിട്ട് രേഖാചിത്രം ഒരു വിജയചിത്രമായിട്ട് മാറട്ടെ. നിങ്ങളുടെ കരിയർ പീക്ക് എടുത്ത് നോക്കിയാൽ തന്നെ ഈ വർഷം ഹിറ്റ് തന്നെ ആയിട്ട് മാറട്ടെ, കഴിഞ്ഞതിന്റെ മുകളിലേക്ക് പോട്ടെ. പോട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.